നമസ്കാരം. ഇരട്ട മൺസൂൺ ന്യൂനമർദ്ദങ്ങളുടെ സാന്നിധ്യം മൂലം കേരളത്തിൽ ഇന്നും മഴ തുടരും. കഴിഞ്ഞ ദിവസം ബംഗാൾ ഉൾക്കടലിൽ നിന്ന് കരകയറിയ ന്യൂനമർദ്ദം നിലവിൽ ഗുജറാത്തിന് മുകളിലായാണ് ഉള്ളത്. അവിടെ വെച്ച് അറബിക്കടലിലേക്ക് എത്തുന്നതിന് മുൻപ് ദുർബലമാകുവാനാണ് സാധ്യത. ഈ സിസ്റ്റം ഇന്ന് തന്നെ ചക്രവാത ചുഴിയായി ദുർബലമായേക്കും. കൊങ്കൺ മുതൽ കേരള തീരം വരെ ന്യൂനമർദ്ദ പാത്തിയും നിലനിന്നിരുന്നു. ഈ ന്യൂനമർദ്ദത്തിന്റെ സ്വാധീനം മൂലം പടിഞ്ഞാറൻ തീരത്ത് ശക്തമായ മഴ തുടരുകയാണ്. കൊങ്കൺ തീരദേശ കർണാടക തീരങ്ങളിലും ഗുജറാത്തിലും ശക്തമായ മഴ ലഭിക്കുകയാണ്. വടക്കൻ കേരളത്തിലെ മഴയെയും ഗുജറാത്തിന് മുകളിലെ ഈ സിസ്റ്റം സ്വാധീനിക്കുന്നുണ്ട്. രണ്ടാമതായി ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം നിലവിൽ ആന്ധ്രാപ്രദേശിന്റെ തീരത്താണുള്ളത്. വിശാഖപട്ടണത്തിനും ശ്രീകാകുളത്തിനും ഇടയിലായി ഇത് കരകയറുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ സിസ്റ്റം കരകയറിയാൽ തെലങ്കാന വഴി കടന്നുപോകും. ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്തും തെക്കുകിഴക്കൻ തീരത്തും ന്യൂനമർദ്ദ സ്വാധീനമുള്ളതിനാൽ തെക്ക് പടിഞ്ഞാറൻ തീരദേശ സംസ്ഥാനമായ കേരളത്തിലും കാലവർഷമായ സ്വാധീനിക്കുന്നുണ്ട്. വടക്കൻ ജില്ലകളിലാണ് കൂടുതൽ മഴ പ്രതീക്ഷിക്കുന്നത്. മധ്യ കേരളത്തിലും തെക്കൻ ജില്ലകളിലും ഇന്ന് മഴ തുടരും. മഴ ഇടവേള ലഭിക്കുന്ന ഇടങ്ങളിൽ മേഘാവൃതമായ അന്തരീക്ഷമായിരിക്കും. തമിഴ്നാട്ടിലും ആന്ധ്രാപ്രദേശിലും കർണാടകയുടെ ഉൾനാടൻ മേഖലകളിലും മേഘാവൃതമായ അന്തരീക്ഷമായിരിക്കും. വടക്കൻ തമിഴ്നാട്ടിൽ ചെന്നൈ ഉൾപ്പെടെ ഇന്നലെ ലഭിച്ചു. കേരളത്തിൽ മലപ്പുറം മുതൽ വടക്കോട്ടുള്ള ജില്ലകളിൽ ഇന്നും നാളെ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുവാനാണ് സാധ്യത. എന്നാൽ മലപ്പുറത്തിന് തെക്കോട്ടുള്ള ജില്ലകളിൽ നാളെ മുതൽ മഴയിൽ ഗണ്യമായ കുറവ് അനുഭവപ്പെട്ടേക്കും. അടുത്ത ദിവസങ്ങളിൽ ന്യൂനമർദ്ദം ദുർബലമാകുന്നതോടെ മഴയിലും കുറവ് വരും. കനത്ത മഴയിൽ ജലനിരപ്പ് ഉയർന്നതിനാൽ സംസ്ഥാനത്തെ 9 ഡാമുകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. പത്തനംതിട്ട, കക്കി, മുഴിയൂർ, ഇടുക്കി, മാട്ടുപ്പെട്ടി, കല്ലാർകുടി, ഇരട്ടയാർ, ലോവർ പെരിയാർ, തൃശൂർ, ഷോളയാർ, പെരിങ്ങൽകുത്ത്, വയനാട്, ബാണാസുര നഗർ എന്നീ ഡാമുകളിലാണ് മുന്നറിയിപ്പ്. തൃശൂർ ജില്ലയിൽ ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ മുൻകരുതൽ നടപടിയുടെ ഭാഗമായി ഇന്ന് ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചിരുന്നു. CBSE, ICSE, കേന്ദ്രീയ വിദ്യാലയങ്ങൾ, അങ്കണവാടികൾ, മദ്രസകൾ, ട്യൂഷൻ സെന്ററുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഈ അവധി ബാധകമാണ്. സ്കൂൾ തലത്തിലുള്ള പരീക്ഷകൾക്ക് അവധി ബാധകമായിരുന്നു. ഇന്ന് നടക്കേണ്ട ഓണപരീക്ഷയുടെ തീയതി പിന്നീട് അറിയിക്കുന്നതായിരിക്കും. എന്നാൽ മുൻകൂട്ടി നിശ്ചയിച്ച മറ്റു പരീക്ഷകൾക്കും അഭിമുഖങ്ങൾക്കും മാറ്റം ഉണ്ടായിരിക്കില്ല. കഴിഞ്ഞ ദിവസങ്ങളിലും ജില്ലയിൽ തുടർച്ചയായി ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ ജില്ലയുടെ പല സ്ഥലങ്ങളിലുള്ള വെള്ളക്കെട്ടിന്റെ ബന്ധപ്പെട്ട വകുപ്പുകളുടെ ഡിപ്പാർട്ട്മെന്റ് അടിസ്ഥാനത്തിലാണ് ഈ മുൻകരുതൽ നടപടിയുടെ ഭാഗമായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി പ്രഖ്യാപിച്ചത്. ജലാശയങ്ങളിലും മറ്റും വെള്ളക്കെട്ടുകളിലും ഇറങ്ങാതെ വിദ്യാർത്ഥികൾ വീടുകളിൽ കഴിയണമെന്ന് ജില്ലാ കളക്ടർ അഭ്യർത്ഥിച്ചു. അവധി വീട്ടിലിരുന്ന് പഠിക്കുവാനും റിവിഷനും മറ്റുമായി ഉപയോഗപ്പെടുത്തണമെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. പത്തനംതിട്ട, ആലപ്പുഴ, ഇടുക്കി, കോട്ടയം, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടത്തരം മഴയ്ക്കും മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. അടുത്ത 3 മണിക്കൂറിനുള്ളിൽ തന്നെ ഇത്തരത്തിൽ കാറ്റും മഴയും ഒക്കെ ഉണ്ടാകും എന്ന് തന്നെയാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നേരിയ മഴയ്ക്കും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നു. ഇതിനിടെ രാത്രി മുഴുവൻ തുടർച്ചയായി പെയ്ത കനത്ത മഴയെ തുടർന്ന് തിങ്കളാഴ്ച മുംബൈയിൽ കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതേസമയം രായ്ഗഡ്, രത്നഗിരി, സത്താറ, കോലാപൂർ, പുനെ എന്നിവിടങ്ങളിൽ തീവ്ര മഴയ്ക്ക് സാധ്യതയുണ്ട്. നഗരത്തിൽ പകൽ മുഴുവൻ കനത്ത മഴയാണ് തുടരുന്നത്. മഴ ആരംഭിച്ചതിനു ശേഷം നിരവധി അപകടങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടെന്ന് ബ്രിഹൻ മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷൻ സ്ഥിരീകരിച്ചു. നഗരസഭയിൽ നിന്നുള്ള അപ്ഡേറ്റുകൾ പ്രകാരം കഴിഞ്ഞ ദിവസം മുംബൈയിലുടനീളം 6 ഷോർട്ട് സർക്യൂട്ടുകളും 19 മരങ്ങളും ശാഖകളും വീണു. 2 മതിൽ തകർന്നു. ദക്ഷിണ മുംബൈയിൽ 2 നില റെസിഡൻഷ്യൽ കെട്ടിടത്തിലെ പടിക്കെട്ടിന്റെ ഒരു ഭാഗം ഞായറാഴ്ച വൈകുന്നേരം ഇടിഞ്ഞു വീണു. മറൈൻ ലൈൻസ് സ്റ്റേഷന് സമീപത്തുള്ള പ്രഭു ഗള്ളിയിൽ സ്ഥിതി ചെയ്യുന്ന കെട്ടിടത്തിലാണ് വൈകുന്നേരം 7:43 സംഭവം റിപ്പോർട്ട് ചെയ്തത്. അഗ്നിശമന സേന, പോലീസ്, ആംബുലൻസ് സർവീസുകൾ, മുനിസിപ്പൽ ജീവനക്കാർ എന്നിവരുടെ അടിയന്തര സംഘങ്ങളെത്തി രക്ഷാപ്രവർത്തനം നടത്തി. സംഭവത്തിൽ ആർക്കും പരിക്കുകളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. കാലവർഷം തുടങ്ങിയതിനു ശേഷം സംസ്ഥാനത്ത് ഏറ്റവും അധികം മഴ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് വടക്കൻ കേരളത്തിലാണ്. പ്രത്യേകിച്ച് കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിലാണ് കാലവർഷത്തിന്റെ തുടക്കം മുതൽ ഏറ്റവും അധികം മഴ ലഭിച്ചത്. എന്നാൽ ഓഗസ്റ്റ് മാസത്തിൽ മഴ കണക്കിൽ ചില വ്യത്യാസങ്ങളൊക്കെ വന്നിട്ടുണ്ട്. കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ കണക്കുകൾ പ്രകാരം ഓഗസ്റ്റിൽ ഇതുവരെ ഏറ്റവും അധികം മഴ ലഭിച്ചത് എറണാകുളം ജില്ലയിലാണ്. ഓഗസ്റ്റ് 1 മുതൽ 17 വരെയുള്ള തീയതികളിലെ കണക്കുകൾ പ്രകാരം എറണാകുളം ജില്ലയിൽ 450 മില്ലിമീറ്റർ മഴയാണ് ലഭിച്ചിരിക്കുന്നത്. കോട്ടയമാണ് തൊട്ടു പിന്നിലുള്ളത്. കോട്ടയത്ത് 355.9 മില്ലിമീറ്റർ മഴ ലഭിച്ചപ്പോൾ തൃശൂരിൽ 355.1 മില്ലിമീറ്ററും ഇടുക്കിയിൽ 348.5 മില്ലിമീറ്റർ മഴ ലഭിച്ചു. കാലവർഷത്തിന്റെ തുടക്കം മുതൽ ഏറ്റവും അധികം മഴ ലഭിച്ചിരുന്ന കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓഗസ്റ്റിൽ മഴയിൽ കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കണ്ണൂരിൽ ഇതുവരെ 261.5 മില്ലിമീറ്റർ മഴ ലഭിച്ചപ്പോൾ കാസർഗോഡ് ജില്ലയിൽ 208.7 മില്ലിമീറ്റർ മഴയാണ് ലഭിച്ചത്.
കോഴിക്കോട് ജില്ലയിൽ 242.2 മില്ലിമീറ്റർ മഴയാണ് ലഭിച്ചത്. തെക്കൻ കേരളത്തിലാണ് ഓഗസ്റ്റിലെ മഴയുടെ കണക്കിൽ ഏറ്റവും കുറവ് രേഖപ്പെടുത്തിയത്. സംസ്ഥാനത്ത് തന്നെ കൊല്ലം ജില്ലയിലാണ് ഓഗസ്റ്റിൽ ഇതുവരെ ഏറ്റവും കുറവ് മഴ രേഖപ്പെടുത്തിയത്. 148.8 മില്ലിമീറ്റർ മഴയാണ് കൊല്ലത്ത് ലഭിച്ചതെങ്കിൽ തിരുവനന്തപുരത്ത് 158.7 മില്ലിമീറ്റർ മഴയാണ് ലഭിച്ചത്. കാലവർഷം 3 മാസം പിന്നിടുമ്പോൾ മഴ മധ്യ കേരളത്തിൽ കൂടുതൽ ശക്തമാകുന്നുവെന്നാണ് പുതിയ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. കാലവർഷം 3 മാസം പിന്നിടുമ്പോൾ സംസ്ഥാനത്ത് ഇതുവരെ 2226.5 മില്ലിമീറ്റർ മഴയാണ് ലഭിച്ചത്. മെയ് 24 മുതൽ ഓഗസ്റ്റ് 17 വരെയുള്ള കണക്കുകൾ പ്രകാരം ഏറ്റവും അധികം മഴ ലഭിച്ചത് കണ്ണൂർ ജില്ലയിലാണ്. 3305.7 മില്ലിമീറ്റർ മഴയാണ് കണ്ണൂരിൽ ലഭിച്ചത്. തൊട്ടുപിന്നിൽ കാസർഗോഡ് ജില്ലയാണുള്ളത്. കാസർഗോഡ് 3302.9 മില്ലിമീറ്റർ മഴയാണ് ഇതുവരെ ലഭിച്ചത്. പൊതുവെ തെക്കൻ കേരളത്തിലാണ് കാലവർഷത്തിൽ ഏറ്റവും കുറവ് മഴ ലഭിച്ചിരിക്കുന്നത്. കൊല്ലം ജില്ലയിലാണ് കാലവർഷം തുടങ്ങി ഇതുവരെ ഏറ്റവും കുറവ് മഴ ലഭിച്ചത്. കൊല്ലത്ത് ഇതുവരെ 1281 മില്ലിമീറ്റർ മഴ മാത്രമാണ് ലഭിച്ചത്. 1341.1 മില്ലിമീറ്റർ മഴയാണ് തിരുവനന്തപുരത്ത് ഇതുവരെ ലഭിച്ചത്. പത്തനംതിട്ട ജില്ലയിൽ 1986 മില്ലിമീറ്റർ മഴയാണ് ലഭിച്ചിരിക്കുന്നത്. ഓഗസ്റ്റിലാണ് പത്തനംതിട്ടയിൽ മഴയുടെ ലഭ്യതയിൽ വർധനവ് ഉണ്ടായിട്ടുള്ളത്. ഓഗസ്റ്റിൽ പത്തനംതിട്ടയിൽ ഇതുവരെ 315 മില്ലിമീറ്റർ മഴയാണ് ലഭിച്ചത്. ഇതിനിടെ നാളെ കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. 20-ന് കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. 24 മണിക്കൂറിൽ 64.5 മില്ലിമീറ്റർ മുതൽ 115.5 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യത്തെയാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അർത്ഥമാക്കുന്നത്. ഇതിനിടെ നാളെ കേരള, കർണാടക തീരങ്ങളിൽ, ലക്ഷദ്വീപ് തീരത്ത് 20 വരെ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. നാളെ കേരള, കർണാടക തീരങ്ങളിൽ മണിക്കൂർ 40 മുതൽ 50 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ 60 കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റും, ലക്ഷദ്വീപ് തീരത്ത് 20 വരെ മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ 60 കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട്. പൊതുജനങ്ങൾക്കായുള്ള പ്രത്യേക നിർദ്ദേശങ്ങൾ പുറത്തിറക്കി. ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശാനുസരണം സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറി താമസിക്കണം. നദിക്കരകൾ, അണക്കെട്ടുകൾ, കീഴ്പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ താമസിക്കുന്നവരും അപകട സാധ്യത മുൻകൂട്ടി കണ്ട് അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കേണ്ടതാണ്. ദുരിത സാധ്യതാ പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ നിർബന്ധമായും തങ്ങളുടെ പ്രദേശത്ത് ക്യാമ്പുകൾ തുറന്നു എന്ന് ഉറപ്പാക്കേണ്ടതും പകൽ സമയത്ത് തന്നെ അങ്ങോട്ടേക്ക് മാറി താമസിക്കേണ്ടതുമാണ്. ഇതിനായി തദ്ദേശ സ്ഥാപന, റവന്യൂ അധികാരികളുമായി ബന്ധപ്പെടാവുന്നതാണ്. ശക്തമായ കാറ്റിന് സാധ്യത ഉള്ളതിനാൽ അടച്ചുറപ്പില്ലാത്ത വീടുകളിൽ താമസിക്കുന്നവരും മേൽക്കൂര ശക്തമല്ലാത്ത വീടുകളിൽ താമസിക്കുന്നവരും പ്രത്യേക ജാഗ്രത പാലിക്കേണ്ടതാണ്. അപകടാവസ്ഥ മുന്നിൽ കാണുന്നവർ അധികൃതരുമായി ബന്ധപ്പെട്ട് സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമായി മാറി താമസിക്കണം. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.